ഇത് സ്കൂളാന്ന് തോന്നുന്നല്ലോ കണ്ടിട്ട്, അതെന്ന് തോന്നുന്നു കേട്ടോ. ഈ ഒരു സ്പോട്ട് നോക്കിയേ, ദേണ്ട നമ്മുടെ സൂര്യൻ ഇതുണ്ടോ. ആ ഒരു ഫ്രണ്ടിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നല്ല ക്ലീനായിട്ട് ഇങ്ങനെ വെട്ടി നല്ല ഒരു ഇതാക്കി വെച്ചേക്കും കേട്ടോ. ഓഹോ അവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം നിങ്ങൾക്ക് കാണാമോ? ആണെങ്കിൽ ഫുള്ള് മഞ്ഞ് കൊള്ളാം. അതിൻ്റെ അടുത്ത് ചെറിയൊരു വെയിലും. സോ ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. സമയമെന്ന് പറയുന്നത് 6:20 നമ്മളിത് ഇപ്പം മൂന്നാറിൽ നിന്ന് ഇറങ്ങി. അതായത് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയതല്ല, റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയതല്ല, നമ്മൾ ജസ്റ്റ് രാവിലെ ഒരു റൈഡിന് ഇറങ്ങിയതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സൺറൈസ് കിട്ടുമെന്ന് ഓർത്തൊക്കെ ഇറങ്ങിയതാണ് കേട്ടോ. പക്ഷേ അങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഫുള്ള് മഞ്ഞാണ്. അതുകൊണ്ട് സൺറൈസ് പോയിട്ട് സണ്ണിനെ പോലും കാണാനില്ല, അമ്മാതിരി അവസ്ഥയാട്ടോ. എല്ലാവരും ഒന്നും വന്നില്ല, ആകെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഇറങ്ങിയുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും ബൈക്ക് എടുത്തുകൊണ്ട് ഇറങ്ങി. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്കൂടെ നേരെ നമ്മുടെ ലക്ഷ്മി എസ്റ്റേറ്റാണ് പോകുന്നത്. അതായത് ലക്ഷ്മി എസ്റ്റേറ്റിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അത്യാവശ്യം നല്ല വലിയൊരു എസ്റ്റേറ്റാണ്. അപ്പോൾ അത് ഈ നമ്മുടെ ഈ തേയില, അതുപോലെ തന്നെ കാർഡമം, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. അപ്പോൾ ആ ഒരു എസ്റ്റേറ്റിൻ്റെ അകത്തോട്ടുള്ള ചെറിയൊരു റോഡാണ്. അപ്പം നമ്മൾ ജസ്റ്റ് രാവിലെ ഒന്ന് ഇറങ്ങി, സൺറൈസിന് വേണ്ടി ഇറങ്ങിയതാണ് സത്യം പറഞ്ഞാൽ. പക്ഷേ സൺറൈസ് പോയിട്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ സണ്ണിനെ പോലും കാണാനില്ലാത്ത അവസ്ഥയാണ്. സമയം ഇപ്പോൾ ഒരു 6:30 ആവാറായിട്ടുണ്ട്. നമ്മൾ രാവിലെ അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. പിന്നെ തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി തണുപ്പൊന്നുമില്ല, എന്നാലും ഒരു മീഡിയം. പസുമാമ എന്താണിത്? എനിക്ക് രാവിലെ ആൾക്കാരൊക്കെ പണിക്കൊക്കെ പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. ഇതെന്താണിത്? ഒരു സ്കൂളാന്ന് തോന്നുന്നല്ലോ കണ്ടിട്ട്, അതെന്ന് തോന്നുന്നു കേട്ടോ. എന്തോ എഴുതി വെച്ചിട്ടുണ്ട്, ലക്ഷ്മി സ്കൂളാണ് കേട്ടോ. അതെ ഗവൺമെൻറ് LP UP സ്കൂൾ. ഈ ഒരു സ്പോട്ട് നോക്കിയേ, എന്തല്ലേ നല്ല രസമല്ലേ? ഓ മൈ ഗോഡ്, അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷൻ ആണല്ലോ. ഇത് നോക്കിക്കേ, ആ ഒരു എന്താ പറയുന്നത്, പഴയ ആ ഒരു ട്രാക്ടർ ഒരു മരുന്നടിക്കാൻ പോകും കേട്ടോ. നമ്മുടെ ഈ ഒരു തേയിലയ്ക്ക് മരുന്നടിക്കാൻ വേണ്ടി പോകണം. ഈ ഒരു ഏരിയ ഒക്കെ നോക്കിക്കേ, ഇതാണ് നമ്മുടെ ലക്ഷ്മി ഫാക്ടറി. ലെഫ്റ്റ് നോക്കിക്കേ, ലക്ഷ്മി എസ്റ്റേറ്റ് ഈ തേയിലയുടെയൊക്കെ ഫാക്ടറി ആട്ടോ. അത്യാവശ്യം ഈ ഒരു ഏരിയ ഒക്കെ നല്ലപോലെ ഫോഗപ്പായിട്ട് ഇരിപ്പുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് മഞ്ഞ് കയറി ഇരിപ്പുണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. ദേണ്ട നമ്മുടെ സൂര്യൻ നല്ല രീതിക്ക് ഇവിടെ മഞ്ഞൊക്കെ ആയി. ഇവിടെ നിങ്ങൾ ഈ ഒരു സൈഡ് നോക്കി, ഇത് ഒരു നീല ഷെയ്ഡോട് കൂടിയുള്ളൊരു മഞ്ഞ്. എന്നല്ലേ മൊത്തത്തിൽ ഒരു വ്യത്യാസം. ഈ ഒരു സൈഡാണെങ്കിൽ നമ്മുടെ ആ ഒരു സൺലൈറ്റിൻ്റെ ആ ഒരു ചെറിയൊരു ഓറഞ്ച് ഷെയ്ഡും, അതുപോലെ ഈ ഒരു സൈഡാണെങ്കിൽ ഫുള്ളൊരു നീല ഷെയ്ഡും. അത് കൊള്ളാം, സെറ്റ്. ടാറ്റ ടീ ലിമിറ്റഡ് ലക്ഷ്മി എസ്റ്റേറ്റ്. ഓക്കെ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള തേയിലത്തോട്ടം നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അതായത് നല്ല എന്താ പറയുന്നത്, സെറ്റാണ് ഇവിടെ നിന്ന് കാണാൻ നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത്. അത്ര കറക്റ്റായിട്ട് ഇത് നോക്കി, നല്ല സെറ്റായിട്ടല്ലേ അത് വെച്ചേക്കുന്നത്.
ഇതുണ്ടോ ആ ഒരു ഫ്രണ്ടിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നല്ല ക്ലീനായിട്ട് ഇങ്ങനെ വെട്ടി നല്ല ഒരു ഇതാക്കി വെച്ചേക്കുക കേട്ടോ. ഓഹോ ഓഹോ ഇത് വൈകി അത്യാവശ്യം നല്ല കിടലായിട്ടുള്ളൊരു വ്യൂ ആണല്ലോ. നല്ല മഞ്ഞൊക്കെ കയറി. ഓ മൈ ഗോഡ്. ഇവിടെ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. വണ്ടികൾ രണ്ടും ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വന്ന വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഇവിടുന്ന് നിങ്ങൾ നോക്കി അത്യാവശ്യം നല്ല രീതിക്ക് മഞ്ഞ് കയറി തുടങ്ങിയിട്ടുണ്ട്. അതായത് നമുക്ക് പോകേണ്ട വഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെയാണ്. അങ്ങോട്ട് പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് ഇതുവരെയായിട്ടും തീരുമാനിച്ചില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ രാവിലെ ചെറിയ റൈഡ് ഇറങ്ങിയതാണല്ലോ. അപ്പോൾ ഇവിടെ നോക്കി അത്യാവശ്യം നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. അതായത് ഈ ഒരു മഞ്ഞ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി പ്രതീക്ഷിച്ചില്ല, എന്നാലും പ്രതീക്ഷിച്ചു. പക്ഷെ ഒരു സൺറൈസും കൂടെ കിട്ടുകയായിരുന്നെങ്കിൽ പൊളിയായിരുന്നേനെ, പറഞ്ഞിട്ട് കാര്യമില്ല. അത് നോക്കി അത്യാവശ്യം നല്ല കിടലിനായിട്ടുള്ളൊരു വ്യൂ ആട്ടോ. അതായത് പ്രത്യേകിച്ച് വ്യൂവും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ എന്നാൽ പോലും അത്യാവശ്യം നല്ല രീതിക്ക് മഞ്ഞൊക്കെ കയറി ചുമ്മാ വേറെ ലെവൽ കേട്ടോ. തണുപ്പും കാര്യങ്ങളൊന്നും അത്രയ്ക്കൊന്നുമില്ല, എന്നാലും കുറച്ച് തണുപ്പൊക്കെ ഉണ്ട്. പക്ഷേ സീനില്ല കേട്ടോ. അത്യാവശ്യം നല്ല എന്താ പറയുന്നത് ഒരു പീസ്ഫുള്ളായിട്ടുള്ളൊരു സ്പോട്ടാണ്. കട്ടനും പറഞ്ഞിട്ടുണ്ട്. കട്ടനല്ല, ഒരു തേയില. അവിടുന്ന് ചെറുതായി ഒരു ചായയൊക്കെ കുടിച്ച്, ഞാനൊരു കരിം ചായയും ബ്രോ ഒരു ചായയും കുടിച്ചു. നമ്മൾ നേരെ ഇനിയിപ്പം തിരിച്ചു പോകാനായിരുന്നു പ്ലാൻ. പക്ഷേ വരുന്ന വഴിക്ക് 2-3 വേറെ റൈഡേഴ്സിനെയൊക്കെ കണ്ടു. അപ്പം ജസ്റ്റ് അവരോട് ചോദിച്ചു നമുക്കിവിടെ ആനക്കുളത്തിനൊക്കെ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന്. ആനക്കുളം അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ തൊട്ടടുത്താണ്. സോ ജസ്റ്റ് നമുക്കിത് ആനക്കുളവും കൂടെ പോയിട്ട് തിരിച്ചു പോകാമെന്ന് ഓർത്തു. ഇവിടെ ചെറിയൊരു വാട്ടർഫോൾസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ജസ്റ്റ് ഒന്ന് ഇറങ്ങണോ? അപ്പം ഗൈസ് അപ്പോൾ ഇവിടെ ചെറിയൊരു വാട്ടർഫോൾസ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങി കണ്ടിട്ട് വരാം. ഓപ്പൺ ആയിട്ടില്ലെന്ന് തോന്നുന്നു, കാരണം ഇവിടെ നമുക്ക് എൻട്രി ഫീസ് ഉള്ളതാണ്. കണ്ടില്ലേ, എൻട്രി റെസ്ട്രിക്റ്റഡ് ത്രൂ പാസ്, പ്രവേശനം പാസ് മൂലം 50 രൂപ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങിപ്പോവാം, കാരണം രാവിലെ ആയതുകൊണ്ട് ഇവിടെ ആരും ഇല്ലല്ലോ. കൊള്ളാം. കറങ്ങി അമ്മച്ചിയെ ആരെയും പഠിച്ചെന്നെ താഴെ ഇട്ടേനെ കേട്ടോ. ഇത് കൊള്ളാമല്ലോ, കല്ലൊക്കെ ഇട്ട്. ഇത് എന്നിട്ട് നമ്മുടെ ഈ സൈഡ് ആ വേലിയായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണല്ലോ. ഇവിടെ എങ്ങനെ സംഭവം? ബേസിക്കലി ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈം ആട്ടോ വരുന്നത്, ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഇവിടെ. ഇത് വെള്ളച്ചാട്ടമാണോ എന്ന് പോലും എനിക്കറിയാൻ പാടില്ല. ഗുയ്സ് ലെറ്റ്സ് സീ. ഓ മാൻ, ഇല്ലേ കുറേ നടക്കാനുണ്ടല്ലോ. ലൈക്ക് ഇവിടെ ഇതെന്താണിത്? ഡാമോ കനാലോ എന്താ സംഭവം? ചെറിയൊരു വെള്ളം ഒഴുകുന്നുണ്ട്. ഓ ഇവിടെ വന്ന ആൾക്കാർക്ക് കുളിക്കാനും മറ്റും സൗകര്യം കേട്ടോ. അതുകൊണ്ട് ഗൈസ് ഞാൻ ഒത്തിരി അങ്ങോട്ട് ക്യാമറ തിരിക്കുന്നില്ല, സീനാട്ടോ. കുഴപ്പമില്ല. ലൈക്ക് അവിടെ ഒരു വെള്ളച്ചാട്ടം പോലെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു എന്താ പറയുന്ന ഒരു സംഭവം. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം നിങ്ങൾക്ക് കാണാമോ? അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ഹൈറ്റിൽ നിന്നാണ് ഒരു വെള്ളച്ചാട്ടം വരുന്നത്. കാണാൻ നല്ല രസമുണ്ട്. അതുകൊണ്ട് പക്ഷെ ഞാൻ നമ്മളിപ്പോൾ ഇറങ്ങിയ ഒരു സ്പോട്ട് ശരിക്കും പറഞ്ഞാൽ 50 രൂപയാണ് എൻട്രി ഫീസ്. പക്ഷെ 50 രൂപയ്ക്കുള്ള കാണാൻ പറ്റിയ ഒരു സാധനം അവിടെ ഇല്ല. ജസ്റ്റ് നമുക്ക് എന്താ പറയുക, അവിടെ ആ ഒരു സ്ഥലത്തിറങ്ങി കുളിക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഓക്കെയാണ്. സോ ഗൈസ് ഞങ്ങൾ ആനക്കുളം പോകാനുള്ള പ്ലാൻ ഡ്രോപ്പ് ചെയ്തു, കാരണം ഇവിടുന്ന് അത്യാവശ്യം ദൂരമുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചവിടെ ചെല്ലുമ്പോൾ ലേറ്റ് ആവും. നമ്മുടെ പ്ലാൻ എല്ലാം
പാളിപ്പോവും കേട്ടോ. സോ ഞങ്ങൾ ഇവിടുന്ന് നേരെ റിട്ടേൺ നേരെ റൂമിലോട്ട് പോകുവാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് വേണം അടുത്ത ഒരു ലൊക്കേഷനിലേക്ക് പോകാൻ. അപ്പോൾ സമയം 8 മണി ആയിട്ടുണ്ട്. സോ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അല്ലേ ഒത്തിരി ലേറ്റായി പോവും. പിന്നെ അവരും അവിടെ വെയിറ്റ് ചെയ്യുമായിരിക്കുമല്ലോ. അറിയാമല്ലോ, നമ്മൾ ഒറ്റയ്ക്കാണ് ഇറങ്ങിയത്. സോ എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ളതുകൊണ്ട് നമ്മൾ ഈ ഒരു പ്ലാൻ ഉപേക്ഷിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളിതാ തിരിച്ചു പോകുകയാണ്. ശരിക്കും അവിടെ നിന്നൊക്കെ ഇറങ്ങി കുറച്ചിങ്ങ് പോന്നായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ലൊരു സൂപ്പറായിട്ടുള്ളൊരു റോഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഇതാ ശരിക്കും. അപ്പോൾ ഈ ഒരു റോഡെന്ന് പറയുന്നത് മാങ്കുളം ആ ഒരു റോഡാണ്. മാങ്കുളം ആനക്കുളമൊക്കെ പോകാനുള്ള ആ ഒരു റോഡാണ്. സോ എന്തായാലും നമുക്കിനിയിപ്പോൾ നേരെ തിരിച്ച് വന്ന വഴി തന്നെയാണ് പോകുന്നത്. അതായത് നമ്മുടെ ലക്ഷ്മി എസ്റ്റേറ്റ് വഴി. ഇല്ലെങ്കിൽ അത്യാവശ്യം നല്ല ദൂരമുണ്ട്. 40-40 കിലോമീറ്റർ എക്സ്ട്രാ നമ്മൾ ഓടേണ്ടി വരും. ഈ ഒരു ഭാഗത്താണെങ്കിൽ റോഡ് അത്യാവശ്യം നല്ല രീതിക്ക് മോശമാണ്. അപ്പോൾ നമ്മൾ കുറേ അങ്ങ് കയറി വന്നു. അത്യാവശ്യം റോഡ് ഈ ഒരു ഭാഗത്ത് നല്ല രീതിക്ക് മോശമാണ്. ഇവിടെ നിന്ന് വ്യൂ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോഴത്തെ നോക്കി, ഇതാണ് ഇവിടുത്തെ ഒരു ഫുൾ വ്യൂ എന്ന് പറയുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഈ ഒരു ഏരിയ എന്നൊക്കെ പറയുന്നത് നമ്മുടെ കാർഡമമാണ്, അതായത് ഏലമാണ് കൂടുതലും. ഏലത്തിൻ്റെ ആ ഒരു പ്ലാന്റേഷനും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ ഈ ഒരു സൈഡിലൊക്കെ ആനയൊക്കെ വരുന്ന ഒരു ഏരിയയും കൂടെയാണ് എന്നാണ് ആൾക്കാർ പറയുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. ഈ ഒരു ഭാഗമൊക്കെ നോക്കി നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അതായത് ആ ഒരു ഭാഗത്തൊക്കെയാണെങ്കിൽ ഫുള്ള് മഞ്ഞ്, കൊള്ളാം. അതിൻ്റെ അടുത്ത് ചെറിയൊരു വെയിലും കാര്യങ്ങളുമൊക്കെ നോക്കി. ഓഹോ ഹോ 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 ഹോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് പിക്കടിക്കാൻ വേണ്ടി നിർത്തിയതാണ്. ഒരു പ്രത്യേക ഒരു രസം, ആ ഒരു ഭംഗി, ആ ഒരു പുല്ലും അതിൻ്റെ അടുക്കൂടി ഇങ്ങനെ വെള്ളമൊക്കെ ഒഴുകുന്നതും ഒരു വേറൊരു എന്താ പറയുക വൈബ് കേട്ടോ. ഐ ലൈക്ക് ഇറ്റ്. കൊള്ളാം. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പം ടൗൺ എത്താറായി. നമ്മൾ തിരിച്ചത് മൂന്നാർ എത്തിയിട്ടുണ്ട്. അതായത് ഇനിയിപ്പം നേരെ റൂമിലേക്ക് പോകുവാണ്. ആ റൂമിലേക്ക് ഇനിയിപ്പം വലിയ ദൂരമൊന്നുമില്ല, കുറച്ച് ദൂരമേ ഉള്ളൂ. സമയം 8:30 ആയി കാണും, കറക്റ്റ് അറിയാൻ പാടില്ല കേട്ടോ. ഓ, ടൗണ് രാവിലെ തന്നെ അത്യാവശ്യം നല്ല ക്രൗഡഡ് ആണല്ലോ. കൊള്ളാമല്ലോ. ലൈക്ക് ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. ഇന്നലെ ആയിരുന്നു ഈ എൻ്റെ തന്നെ, ഇന്നലെയാണെങ്കിൽ ഫുള്ള് ബ്ലോക്കായിരുന്നു. നല്ല രീതിക്ക് റൈഡേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാവരും ഇവിടുന്ന് പോകാൻ തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ. ഓക്കെ, നമ്മളിതേ റൂമും കാര്യങ്ങളുമൊക്കെ വെക്കേറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നേരെ പമ്പിൽ പോയിട്ട് ഒരു ശകലം ഫ്യൂൽ അടിക്കണം. ഫ്യൂൽ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വട്ടവടയ്ക്ക് പോകാനാണ് പ്ലാൻ. അപ്പോൾ ഇനിയിപ്പോൾ നേരെ നമ്മൾ വട്ടവടയ്ക്ക് പോകുവാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ബൈക്കിലുണ്ട്. അതായത് നമ്മുടെ ബ്രോ അല്ല വണ്ടി എടുത്തേക്കുന്നത്, വേറൊരാളാണ്. സോ അവർ കാറിന് ഫ്രണ്ടിൽ പോയി, നമ്മൾ ബൈക്കിന് ഫോളോ ചെയ്യുവാണ് പെട്രോളൊക്കെ അടിച്ചിട്ട്. വട്ടവടയിലാണെങ്കിൽ പമ്പൊന്നും കിട്ടത്തില്ല. അതായത് വട്ടവട റൂട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ പമ്പൊക്കെ കിട്ടുന്ന കാര്യം പ്രശ്നമാണ്. അതുപോലെ തന്നെ അവിടുന്ന് ബ്ലാക്കിനൊക്കെ കിട്ടത്തുള്ളൂ. സോ അതിലും ഭേദം നമ്മളിപ്പോൾ ഇവിടുന്ന് ഫില്ല് ചെയ്തിട്ട് പോകാമെന്നുണ്ടെങ്കിൽ വലിയ സീനോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ. സോ എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം ഇത് നമ്മുടെ ലക്ഷ്മി എസ്റ്റേറ്റ് വ്ളോഗാണല്ലോ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തീർക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ വട്ടവട വ്ളോഗുമായിട്ട് ഉടനെ കാണാം. ടിൽ ദെൻ ബൈ ബൈ, ടാറ്റ.